ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ കഥയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഷിജിന്റെ കഥയാണ് കേട്ടോ. ഷിജിൻ എന്ന ഏകദേശം ഒരു 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് ഷിജിന്റെ ശബ്ദത്തിലാണ് കേട്ടോ. വൈകുന്നേരം 6 മണി കഴിഞ്ഞ സമയത്തായിരുന്നു അമ്മ വിളിച്ചിട്ട് പറഞ്ഞത്, എടാ നീ ആ അനിതയുടെ വീട്ടിലൊന്ന് പോയിട്ട് വാ. അവിടെ ആണെങ്കിൽ ഇപ്പം അവള് തനിച്ചല്ലേ ഉള്ളൂ. നീ ഒന്ന് പോയി ഹെൽപ്പ് എന്തെങ്കിലും ചെയ്തു കൊടുക്ക്. അവിടെ പ്രായമായ സ്ത്രീ മാത്രമല്ലേ ഉള്ളൂ, അവൾ ഒറ്റയ്ക്കല്ലേ എന്ന് മാത്രം അമ്മേന്റെ അടുത്ത് പറഞ്ഞു. അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ പരിചയക്കാരിയായിരുന്നു അനിത. അനിത ചേച്ചി എന്ന് മാത്രമായിരുന്നു ഞാൻ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചില സമയത്ത് അവിടേക്ക് പോകും. എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ വയസ്സായ അനിത ചേച്ചിയുടെ അമ്മായിയമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഭർത്താവാണെങ്കിൽ ഗൾഫിലാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാനവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകും. ഇന്നത്തെ ദിവസമാണെങ്കിൽ ഏകദേശം 6:30 മണിയായി അമ്മ പറഞ്ഞ സമയത്ത്. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള താല്പര്യമൊന്നും തോന്നിയില്ല. കാരണം ഇന്ന് ക്രിക്കറ്റ് ഉണ്ടായിരുന്നു, IPL. അത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോകാനല്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനും കൂടെ ഒന്ന് പുഷ് ചെയ്ത സമയത്ത് ഞാൻ പതുക്കെ ഇറങ്ങി. എന്തു തന്നെയാലും അനിത ചേച്ചിക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തു കൊടുക്കാമല്ലോ, എന്നിട്ട് ഇനി പോരാം എന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവിടേക്ക് ഇറങ്ങിയത്. അങ്ങനെ രാത്രിയിൽ സൈക്കിളും ചവിട്ടി ചവിട്ടി ഞാൻ നേരെ അനിത ചേച്ചിയുടെ വീടിന്റെ ആ ഒരു ഫ്രണ്ടിലെത്തി. അപ്പോ മുറ്റത്താണെങ്കിൽ വെട്ടവും വെളിച്ചമൊന്നും കാണുന്നില്ലായിരുന്നു. ഇതെന്താണ്, എല്ലാരും ലൈറ്റൊന്നും ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറി ചെന്നു. പെട്ടെന്ന് അനിത ചേച്ചി എന്നെ കണ്ട സമയത്ത് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മോനോ, ആ കയറി വാമനെ എന്ന് മാത്രം പറഞ്ഞ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി എന്താ ഇവിടെ വെട്ടം വിളിച്ചൊന്നുമില്ല, ഈ വഴിയുടെ മാത്രം കരണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, അതാണ് കേട്ടോ എന്ന് മാത്രം ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവിടേക്ക് ചെന്ന് കയറുന്ന സമയത്ത് അനിത ചേച്ചിയുടെ അമ്മായിയമ്മ നേരെ വിളക്ക് കത്തിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരുങ്ങായിരുന്നു. അങ്ങനെ ഞാൻ ആ മുറ്റത്ത് തന്നെ കുറച്ചു നേരം ഇങ്ങനെ നിന്നു. പെട്ടെന്ന് തന്നെ വീണ്ടും അനിത ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ കയറിയിരിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി, ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് ഞാനവിടെ നിന്നു. അപ്പൊ തന്നെ അനിത ചേച്ചിയുടെ അമ്മായിമ്മ നേരെ ആ വയ്യാത്ത കാലം വെച്ചുകൊണ്ട് വിളക്ക് കത്തിച്ചു വെച്ചു. ആ ഒരു ദീപത്തിന്റെ വെളിച്ചത്തിൽ ഞാനും അനിത ചേച്ചിയും തൊട്ടപ്പുറത്തും ഇപ്പുറത്തായിട്ടിരുന്നു. ആ നിമിഷം അനിത ചേച്ചി എന്നോട് തന്നെ ചോദിച്ചു, എടാ നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ, ഭക്ഷണം കഴിച്ചിട്ടാണോ നീ വന്നേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ആ ചേച്ചി കഴിച്ചിട്ടാ ഇറങ്ങിയത്, പിന്നിപ്പം ഭക്ഷണമൊന്നും വേണ്ട, ഇവിടെ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാനാ അമ്മ എന്നോട് പറഞ്ഞത്. ആ, ഇവിടെ അങ്ങനെ ഹെൽപ്പോ കാര്യങ്ങളായിട്ടൊന്നുമില്ല, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ചെയ്യാം എന്ന് മാത്രം അനുദർശിച്ച് എന്നോട് പറഞ്ഞു. ഞാൻ ആ വീട്ടുമുറ്റത്തിരുന്ന് കൊതുകിനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു തൊട്ടടുത്ത വീട്ടിലെ ബാബുചേട്ടൻ അതുവഴി വന്നത്. ആ സമയത്ത് തന്നെ അനിത ചേച്ചി അവിടെ നിന്ന് എഴുന്നേറ്റു. ബാബുചേട്ടനെ കണ്ടപ്പോൾ അനിത ചേച്ചി പതുക്കെ അങ്ങോട്ട് നടന്നു. ബാബുചേട്ടൻ ആ വീടുകളിലെല്ലാം തെങ്ങ് കയറാൻ നടക്കുന്ന ഒരാളായിരുന്നു. ചിലപ്പോ ഇവിടെ എല്ലാം തേങ്ങ മൂത്ത് നിപ്പുണ്ട്, അതെങ്ങനെ വെട്ടി താഴെയിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറയാൻ പോകുകയായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ കരുതി. അനിത ചേച്ചി ബാബുചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ അമ്മായിമ്മ ഒന്ന് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് എന്തൊക്കെയോ ഒന്ന് പീർപുറത്തിട്ട് അമ്മായിമ്മ നേരെ തിരിഞ്ഞു നടന്നു. അപ്പൊ തന്നെ അനിത ചേച്ചി നേരെ ബാബുചേട്ടൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തോ തകൃതിയായിട്ട് സംസാരിക്കാണ്, ചിലപ്പോൾ കാശിന്റെ കാര്യം എന്തെങ്കിലും, അങ്ങനെ ഞാൻ മനസ്സിലാലോചിച്ചു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല. കുറെ നേരം നിന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ മെല്ലെ ഒരു കൊതുകിനെ അടിച്ച് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ആ ഉമ്മറപ്പടിയിലായിരുന്നു ഞാനവിടെ ഇരുന്നത്. തൊട്ടടുത്താണ് അമ്മായിയമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പതുക്കെ ബാബുചേട്ടൻ വന്നപ്പോ അമ്മായിയമ്മ അകത്തോട്ട് കയറിപ്പോയി. ചെറിയൊരു വിളക്കിന്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ വെട്ടത്തിലാണ് അമ്മായിയമ്മ അകത്തേക്ക് കയറിപ്പോയത്. ഞാൻ പതുക്കെ എഴുന്നേറ്റ് നേരെ അവരുടെ രണ്ടുപേരുടെയും അടുത്തേക്ക് ചെന്നു. ബാബുചേട്ടൻ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അനിത ചേച്ചിയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. രണ്ടുപേരും എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് രണ്ടുപേരും സംസാരം ഒന്ന് നിർത്തി. പെട്ടെന്ന് ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നു. അപ്പൊ തന്നെ അനിത ചേച്ചി, എന്നാ പിന്നെ നമുക്ക് പിന്നെ കാണാം എന്നുള്ള രീതിയിൽ എന്തോ ഒന്ന് പറഞ്ഞു. ചെറിയൊരു ആംഗ്യം ബാബുചേട്ടനോട് കാണിച്ചു. അപ്പൊ തന്നെ ഞാനൊന്നും മനസ്സിലാക്കിയില്ല. ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ബാബുചേട്ടൻ എന്നെ ഒന്ന് കൈ കാണിച്ചു. ആ മോനെ, മോനിവിടെ വന്നായിരുന്നോ എന്ന് മാത്രം എൻ്റെ അടുത്ത് ചോദിച്ചു.
പെട്ടെന്ന് ഞാൻ എന്തുണ്ട് ബാബുച്ചേട്ടാ എന്ന് മാത്രം ചോദിക്കുന്ന സമയത്ത് ബാബുച്ചേട്ടൻ ഒന്നുമില്ല മോനെ, ഇതുവഴിയൊന്നും പോയപ്പം ഒന്ന് കയറിയെന്നേ ഉള്ളൂ എന്ന് മാത്രം ബാബുച്ചേട്ടൻ മറുപടി പറഞ്ഞു. അപ്പോ അനിതി ചേച്ചിയുടെ മുഖത്ത് ഒരു കൊഞ്ചിക്കുഴയിലും ഒരു ലാളനയും ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു, എന്താണ് ഒരു പരിഭ്രമം പോലെ എന്ന് പറയുമ്പോൾ അനിതി ചേച്ചി പറഞ്ഞു, ഒന്നുമില്ലടാ, ഞാനിങ്ങനെ നിൽക്കുകയാണ് എന്ന് മാത്രം ഒരു പുഞ്ചിരിയോടെ എന്നോട് കൈമാറി. അപ്പോ എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനിതി ചേച്ചിയോട് യാത്ര പറഞ്ഞ് ബാബുച്ചേട്ടൻ സൈക്കിൾ എടുത്ത് ചവിട്ടി. അപ്പൊ തന്നെ ഞാൻ അനിതി ചേച്ചിയോട് ചോദിച്ചു, എന്താണ് രണ്ടുപേരും കൂടെ ഒരു സംസാരം എന്ന് ചോദിക്കുമ്പോൾ അനിതി ചേച്ചി പറഞ്ഞു, ഒന്നുമില്ല, നാളെ തേങ്ങ ഇടുന്ന കാര്യം പറഞ്ഞത്. ഓ, തേങ്ങ ഇടലും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഞാൻ ഇട്ടുതരുമല്ലോ. പെട്ടെന്ന് തന്നെ അനിതി ചേച്ചി എന്നോടായി പറഞ്ഞു, അത് നീട്ടാൻ ശരിയാവില്ല, അതാണെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും വേണം, അല്ലാതെ തേങ്ങ ഇടലും കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നീ താഴെ വീഴും. പെട്ടെന്ന് ഞാൻ തെങ്ങയിലേക്കൊന്ന് നോക്കി. ചെറിയൊരു നിലാവിന്റെ വെളിച്ചത്തിലാണെങ്കിലും മൂത്ത് നിൽക്കുന്ന തേങ്ങയൊന്നും കാണുന്നില്ല, എല്ലാം ചെറിയ കളിക്കരിക്കാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ചേച്ചി, നാളെ അയാൾ വരുന്ന സമയത്ത് കരിക്കും കൂടി ഇട്ട് വെക്കാൻ പറ, അതാകുമ്പം എനിക്കും കുടിക്കാമല്ലോ എന്ന് ഞാൻ പറയുമ്പം, ഓ നിനക്കിവിടെ കരിക്കൊന്നുമില്ല എന്ന് മാത്രം അനിത ചേച്ചി പറഞ്ഞു. അപ്പം പുഞ്ചിരിയോട് പറയുമ്പം ഞാൻ തന്നെ പറഞ്ഞു, ഒന്ന് കഷ്ടമുണ്ട് ചേച്ചി എന്ന് പറയുമ്പം അനിത ചേച്ചി തിരിച്ചു പറഞ്ഞു, ആ എന്തായാലും നോക്കാം, അയാൾ നാളെ ഇടാൻ വരട്ടെ, നിനക്ക് കരിക്കല്ലേ വേണ്ടേ, അത് ഞാൻ സെറ്റാക്കി തരാം എന്ന് മാത്രം അനിത ചേച്ചി പറഞ്ഞു. ശരിക്കും അനിത ചേച്ചിയുടെയും ഭർത്താവിന്റെയും ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അനിത ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു മലമുകളിൽ നിന്നാണ് കെട്ടിക്കൊണ്ടുവന്നത്. ആ സമയത്ത് കല്യാണത്തിന് പോയത് ഞാൻ ഇന്നും ഓർക്കുന്നു. അനിത ചേച്ചിയുടെ വീടാണെന്നുണ്ടെങ്കിൽ ഏകദേശം മലയുടെ മുകളിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചേട്ടനും അങ്ങനെയുള്ള ഒരു കല്യാണമായിരുന്നു. ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു മലയുടെ മുകളിൽ നിന്ന് അനിത ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു കല്യാണം നടത്തുന്നത്. ആ ടൈമിൽ തന്നെ എനിക്കറിയാം അനിത ചേച്ചിയെ. വന്ന സമയത്തും അനിത ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെ ആ മലയുടെ മുകളിൽ താമസിച്ചുകൊണ്ട് തന്നെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ തന്നെ താമസിക്കുന്ന ഒരാളായിരുന്നു അനിത ചേച്ചി. സിറ്റി ലൈഫായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും നല്ല സഹകരണമാണ്. അത് തന്നെയായിരിക്കും ചിലപ്പം ബാബുച്ചേട്ടനുമായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിൽ കരുതി. അങ്ങനെ ഞാനും അനിത ചേച്ചിയും അകത്തേക്ക് കയറി വന്നു. അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് വെക്കാറുള്ളത്. അനിത ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ചില സമയത്താണെന്നുണ്ടെങ്കിൽ അനിത ചേച്ചിയും അമ്മായിമ്മയായിട്ട് അത്ര നല്ല രസത്തിലായിരിക്കുമെന്ന് നമുക്ക് തോന്നില്ല. രണ്ടുപേരും രണ്ട് വഴിയിലാണ്. അതൊക്കെ തന്നെ, അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് വീട്ടിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടതും. ചിലപ്പോ എന്തെങ്കിലും പശുപശക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചു മാറ്റാൻ ആരെങ്കിലും ഒക്കെ വേണമല്ലോ. അതൊക്കെ തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ എണീറ്റ് ഭക്ഷണം കഴിച്ചിട്ട് എണീറ്റ് പോയി. പിന്നെ ഞാനും അനിത ചേച്ചിയും മാത്രമായിരുന്നു. അമ്മായിമ്മ എണീറ്റ് പോകുന്ന സമയത്ത് അനിത ചേച്ചിയും എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ മാറിയിരുന്നു. അപ്പൊ തന്നെ നിനക്ക് ഞാൻ ഫുഡ് എടുത്തു വെക്കട്ടെ എന്ന് അനിത ചേച്ചി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പോഴേ വേണോ, സമയമാവുന്നല്ലേ ഉള്ളൂ. എടാ ഇനി എപ്പം കഴിക്കാനാ, 9 മണിയാവുന്നുണ്ട് കേട്ടോ. ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനൊന്നും പറ്റില്ല, ചൂടായിരിക്കും, നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ എന്ന് മാത്രം അനിത ചേച്ചി പറഞ്ഞു. അല്ല, ഇവിടെ എല്ലാവരും 10 മണിയാവുന്ന സമയത്തല്ലേ കിടന്നുറങ്ങാറ്. അപ്പോൾ അനിത ചേച്ചിയുടെ ഞാൻ ചോദിക്കുന്ന സമയത്ത് അനിത ചേച്ചി എന്നെ പറഞ്ഞു, ഇവിടെ അമ്മയാണെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് നേരത്തെ കിടക്കും, പിന്നെ ഞാനൊരു 10 മണിയൊക്കെ ആവും, നീ ഇന്നാൾ വന്ന സമയത്ത് കണ്ടതല്ലേ, പിന്നെ ഇന്നിച്ചിരി നേരത്തെ കിടക്കാം എന്ന് ഞാൻ വിചാരിച്ചു, അത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ കേട്ടോ എന്ന് അനിത ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ അനിത ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനിന്ന് നേരത്തെ അങ്ങ് പോട്ടെ വീട്ടിലേക്ക്, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ അവിടെ എത്താൻ പറ്റും, അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിൽക്കുന്നില്ലെന്ന് എന്ന് മാത്രം ഞാൻ അനിത ചേച്ചിയോട് പറയുന്ന സമയത്ത്, നീ എന്തായാലും ഇവിടെ നിൽക്കുന്നെങ്കിൽ നിന്നോട്ടോ, അല്ലെങ്കിൽ പോന്നേ പൊക്കോ, നേരത്തെ പോന്നെങ്കിൽ പോകുന്നെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് മാത്രം അനിത ചേച്ചി റെസ്പോണ്ട് ചെയ്തു. പക്ഷേ സാധാരണ അനിത ചേച്ചി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഞാൻ വരുന്ന സമയത്ത് തന്നെ എന്നെ പിടിച്ചു നിർത്തുമായിരുന്നു. പോകുന്ന സമയത്ത് തന്നെ ഒന്നും എതിര് പറഞ്ഞിട്ടില്ല. എന്തോ ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെ സമയം ഒരു 9 മണിയൊക്കെ ആയി. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ പുറത്താരോ ബെല്ലടിക്കുന്ന ശബ്ദം. അത് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ബാബുച്ചേട്ടനായിരുന്നു. ബാബുച്ചേട്ടൻ അവിടെ നിന്നിട്ട് ബെല്ലടിക്കുകയാണ്. അനിത ചേച്ചി പുറത്തേക്ക് ഓടിച്ചെന്നു, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ രണ്ടുപേരും കൂടെ നിന്ന് എന്തോ സംസാരിക്കുന്നുണ്ട്. ഞാൻ പതുക്കെ അങ്ങോട്ട് ചെന്നു. അവിടെ മാറി നിന്ന് ഒരു നിമിഷം നോക്കി എന്താണ് രണ്ടുപേരും കൂടെയുള്ള ഡിസ്കഷൻ എന്നൊക്കെ. അപ്പൊ തന്നെ അനിത ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്. ബാബുച്ചേട്ടൻ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചോറ്റുപാത്രം എടുത്ത് അനിത ചേച്ചിക്ക് കൊടുത്തു. എന്നിട്ട് ഒരു പുഞ്ചിരിയോടെ എന്തോ ഒന്ന് പറഞ്ഞിട്ട് അനിത ചേച്ചിയുടെ നിന്ന് ബാബുച്ചേട്ടൻ നേരെ സൈക്കിൾ എടുത്തിട്ട് പോയി. അപ്പോൾ അനിത ചേച്ചി ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ടായിരുന്നു, എന്തോ ചിന്തിച്ച്. എന്നോടായിരുന്നില്ല ചിരിച്ചുകൊണ്ട് വരുന്നത്,
ആ സമയത്ത് ഞാൻ അവിടെ നിന്നിട്ട് നേരെ ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് വന്നു. പെട്ടെന്ന് അനുജ ചേച്ചി അവിടേക്ക് വന്നിട്ട് ചോറ്റുപാത്രം അവിടെ കൊണ്ടുവച്ചു. ആ സമയത്ത് ഞാൻ അനുജ ചേച്ചിയോട് ചോദിച്ചു, ഇതെന്താ പാത്രത്തില്? അപ്പോ അനുജ ചേച്ചി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ആള് കുറച്ച് പാൽപ്പായസം കൊണ്ട് തന്നതാണ്, നിനക്കും എനിക്കോ കുടിക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു, ഇതെന്താണ് ഒരു പാൽപ്പായസ കച്ചവടം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുജ ചേച്ചി പറഞ്ഞു, അതൊക്കെ ഉണ്ട്, നീ കഴിക്ക്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ സമയത്ത് തന്നെ അനുജ ചേച്ചി കൈ നീട്ടാൻ പറഞ്ഞു. ശേഷം ആ പാത്രത്തിലുണ്ടായിരുന്ന കുറച്ച് പാൽപ്പായസം അത് എൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു തന്നു. എന്നാ കുടിച്ചു നോക്കിയേ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. അപ്പോൾ ഞാനത് കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അനുജ ചേച്ചി ആ ചുവറ്റുപാത്രത്തോടെ നേരെ എടുത്ത് വായിലേക്ക് കമത്തി. പകുതി പായസവും താഴെ വീഴുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ചേച്ചിയെന്ന് പറഞ്ഞു, ദേ ആക്രാന്തത്തിലെടുത്ത് കുടിക്കണ്ട, ഇതെല്ലാം എന്താ അവിടെ എല്ലാം വീഴുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് തന്നെ അനുജ ചേച്ചി പറഞ്ഞു, ഓ ഞാൻ കഴിച്ചോട്ടറാ എന്ന് പറഞ്ഞിട്ട് അനുജ ചേച്ചി വീണ്ടും കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അനുജ ചേച്ചിയോട് പറഞ്ഞു, ഇത് എവിടെ നിന്ന് കിട്ടിയത്? അതൊക്കെ കിട്ടി, നീ അങ്ങ് കഴിച്ചാൽ മാത്രം മതി എന്ന് മാത്രം അനുജ ചേച്ചി പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു കണക്ഷൻ എന്ന പോലെ ചേച്ചിയോട് ചോദിച്ചു, എന്താണ് ബാബു ചേട്ടനുമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ? ആളെപ്പോഴും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്, സാധാരണ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇവിടുന്ന് പായസം കൊടുത്തിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ ഒരു കാര്യം അനുജ ചേച്ചിയോട് ചോദിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോടെ, ഒരു ഇളിച്ച ചിരിയോടെ ചേച്ചി പറഞ്ഞു, അത് ആള് നല്ല ഫ്രണ്ട്ഷിപ്പാടാ, ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും, പിന്നെ അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊരു രസമല്ലേ എന്ന് മാത്രം അനുജ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ആ ആള് നല്ല രസവും കാര്യങ്ങളൊക്കെയാണ്, ഇനി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം കണ്ടിട്ട് എപ്പോഴാണ് അമ്മായിയമ്മ തലക്കെടുത്തിട്ട് അടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രം ഒരു കളിതമാശയുടെ ഒരു പുഞ്ചിരിയോടെ ഞാൻ അനുജ ചേച്ചി പറയുമ്പോൾ, ആ ഒന്നും ശ്രദ്ധിക്കത്തില്ല, നീ മിണ്ടായിരിക്കും എന്ന് മാത്രം അനുജ ചേച്ചി എന്നോട് പറഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അനുജ ചേച്ചി പറഞ്ഞു, എന്താ നീ സിനിമ ഇങ്ങനെ ചിരിക്കുന്നേ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഒന്നുമില്ല. അങ്ങനെ ഞാൻ കഴിച്ചിട്ട് എണീക്കുന്ന സമയത്ത് അനുജ ചേച്ചിയും കൂടെ എഴുന്നേറ്റു. അനുജ ചേച്ചി ഭയങ്കര ഡൗട്ടിൻ്റെ ആളാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിച്ചെന്നറിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ചിന്തിച്ചെന്നറിഞ്ഞാൽ നമ്മുടെ പിന്നാലെ നടക്കും. എന്താടാ അതിൻ്റെ കാര്യം എന്നൊക്കെ ചോദിച്ച് ഇപ്പം തന്നെ എനിക്ക് മനസ്സിലാവുമായിരുന്നു അനുജ ചേച്ചി എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന്. അപ്പം തന്നെ ഞാൻ അവിടെ ചെന്നിട്ട് വാ കഴുകുകയായിരുന്നു. എടാ ഞാൻ എന്തെങ്കിലും ചെയ്ത് തെറ്റുണ്ടോ, ഇത് വാങ്ങിച്ചോണ്ടോ എന്നൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്ത് തെറ്റ്? അതിനകത്ത് ചേച്ചി ഇങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മാത്രം എൻ്റെ അടുത്ത് ഞാൻ അനുജ ചേച്ചിയോട് പറഞ്ഞു. അപ്പം തന്നെ എന്നോട് അനുജ ചേച്ചി പറഞ്ഞു, അല്ല നീ ഇങ്ങനെ ചിരിക്കുന്നോണ്ട് പറഞ്ഞത്, അതുകൊണ്ടാണ്. അതൊന്നുമില്ല ചേച്ചി, ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും എന്താ പ്രശ്നം എന്ന് തന്നെ ഞാൻ തിരിച്ചു പറഞ്ഞു. എന്നാ നീ ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് അനുജ ചേച്ചി എന്നെ വിളിച്ചിട്ട് ആ ഇടനാഴിയിലേക്ക് പോയി. അവിടെ ചെറിയൊരു റൂമായിരുന്നു. അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുട്ടും വെട്ടവും വെളിച്ചമൊന്നുമില്ലാത്ത സ്ഥലം. എടാ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നു. എടാ നീ ഒരു ആൺകുട്ടിയല്ലേ, ഇങ്ങോട്ട് നടന്നു വന്നേ എന്ന് പറഞ്ഞ് അനുജ ചേച്ചി വീണ്ടും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം പതുക്കെ പതുക്കെ ഞാൻ അവിടേക്ക് ചെന്നു. ചേച്ചി എന്തിനാ എന്നെ ഇങ്ങോട്ട് വന്നേ, വിളിച്ചോണ്ട് വന്നേ, ചേച്ചിക്ക് അങ്ങ് വന്നാൽ പോരായിരുന്നോ എന്ന് പറയുമ്പം ചേച്ചി എന്നെ പറഞ്ഞു, എടാ എനിക്ക് നല്ല പേടിയുണ്ട് ഇതിനകത്തോട്ട് കയറാൻ, അതാ നിന്നെ വിളിച്ചത്, നീ എവിടെ, ഇതാ ഇങ്ങോട്ട് നിൽക്കി എന്ന് പറഞ്ഞ് അനുജ ചേച്ചി എന്നെ അങ്ങോട്ട് പിടിച്ചു നിർത്തി. നല്ല ഇരുട്ടും എല്ലാം ഉണ്ടായിരുന്നു. പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വെളിച്ചം പോലും അകത്തേക്ക് വരുന്നില്ല. ഇവിടെ അങ്ങനെ മെഴുകുതിരി വെച്ചിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ കറണ്ട് പോകുന്നതിന് മുമ്പ് എടുത്തു വെക്കാനും മറന്നുപോയി. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നീ ഇങ്ങോട്ട് നിൽക്കേട്ടോ എന്ന് മാത്രം അനുജ ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ അവിടേക്ക് കയറി നിന്നു. കാര്യം അനുജ ചേച്ചി വലിയ ധൈര്യശാലിയാണെന്നൊക്കെ കാണിക്കുന്ന സമയത്താണെങ്കിലും എനിക്കറിയായിരുന്നു ആളൊരു പേടിത്തൊണ്ടിയാണ്. അപ്പം തന്നെ ഞാൻ അവിടെ നിന്നു, ഞാനിവിടെ ഉണ്ട് കേട്ടോ, ആ പേടിത്തൊണ്ട് തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്ന് മാത്രം അനുജ ചേച്ചി പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ അനുജ ചേച്ചി തിരിഞ്ഞതും എന്നെ ഞാൻ തട്ടി വീണു. അയ്യോ ചേച്ചി വീഴല്ലേ, അങ്ങോട്ട് പിടിച്ചു നിൽക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഭിത്തിയിലോട്ട് ചേർത്ത് നിർത്തി. അങ്ങനെ തപ്പിത്തടഞ്ഞുകൊണ്ട് ഞാനും അനുജ ചേച്ചിയും കൂടെ മെഴുകുതിരി എടുത്തുകൊണ്ട് വന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. അങ്ങനെ വാതിലെല്ലാം പിടിച്ച് ഞാനും അനുജ ചേച്ചിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി. അവിടെയാണെന്നുണ്ടെങ്കിൽ മെഴുകുതിരി കത്തിച്ചു വെക്കണം, അതാണ് ഇനി അടുത്ത കടമ്പ. ചേച്ചി അടുത്ത് ഞാൻ ചോദിച്ച സമയത്ത് തീപ്പെട്ടി എവിടെ കൊണ്ടുവച്ചേക്കാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിലേക്ക് കയറി തീപ്പെട്ടി എടുക്കാനായിട്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനുജ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ പോവല്ലേ കേട്ടോ, എനിക്ക് ചെറിയ പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ടായിരുന്നു. ഞാനും അവിടെ തന്നെ നിന്നു. അപ്പൊ തന്നെ അനുജ ചേച്ചി പതുക്കെ തന്നെ ആ ഒരു തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്നു. ആ കിട്ടിയിട്ടുണ്ട്, വാ നമുക്ക് മെഴുകുതിരി കത്തിക്കാം
എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് നിന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ മെഴുകുതിരി കത്തിച്ചു വെച്ച് അതിന്റെ വെട്ടത്തിൽ കുറച്ചു നേരം ഇരുന്നു. അപ്പൊ തന്നെ അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നമുക്ക് പുറത്തേക്ക് ഇരുന്നാലോ കുറച്ച് സമയം. ചേച്ചി കിടക്കൊന്നും വേണ്ടേ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത്, ഓ ഞാൻ 10 മണിയാവും അവിടെ കിടക്കാൻ, വാ നമുക്ക് പുറത്തിരിക്കാം എന്ന് പറഞ്ഞ് അനുചേച്ചി എന്നെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. മെഴുകുതിരിയുടെ വെട്ടത്തിന് മുന്നിലിരിക്കുന്ന സമയത്താണ് ഞാനും അനുചേച്ചിയെ കറക്റ്റായിട്ട് കാണുന്നത്. അത്രയും നേരം ഇരുട്ടായത് കൊണ്ട് തന്നെ ഒരു മങ്ങിയ വെളിച്ചം അല്ലെങ്കിൽ നിലാവിന്റെ വെളിച്ചം അങ്ങനെ ചെറിയ രീതിയിലാണ് കണ്ടിരുന്നത്. അനുചേച്ചി ആ സമയത്താണെങ്കിൽ സാരി ഉടുത്തിട്ടാണ് നിന്നിരുന്നത്. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു, സാധാരണ ചേച്ചി ഇവിടെ മാക്സിയോ അല്ലെങ്കിൽ ചുരിദാർ വല്ലതും ഇടുന്ന സമയത്ത് സാരി ഉടുത്തിട്ട് നിൽക്കുന്നു, ഇതെന്താ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എന്ന് തന്നെ പറയുമ്പോൾ അനുചേച്ചി പറഞ്ഞു, അത് ഞാനൊന്ന് അമ്പലത്തിലൊക്കെ പോയായിരുന്നു, അത് വന്ന സമയത്താ നീയും വന്നത്, അതുകൊണ്ടാണ്, അത് മാറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോഴായിരുന്നു ശ്രദ്ധിച്ചത്, സാരി ഉടുത്ത് അനുചേച്ചി ആ മെഴുകുതിരി വെട്ടത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം ഏത് സമയത്ത് വന്നാലും ഒരു കോറൽ ലുക്കായിരുന്നു അനുചേച്ചി കാണാൻ. പക്ഷേ ഇന്നത്തെ ദിവസം വന്ന സമയത്ത് എന്തോ സ്പെഷ്യാലിറ്റി ഉള്ളതുപോലെ എനിക്ക് തന്നെ തോന്നി. ആള് നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ടുണ്ട്, പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു പ്രത്യേക ഭംഗി. ഞാൻ പെട്ടെന്ന് തന്നെ അനുചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇന്ന് കാണാൻ അത്യാവശ്യം ഭംഗിയായിട്ടുണ്ടല്ലോ, നല്ല സ്പെഷ്യാലിറ്റി ആയിട്ടുണ്ട്, കാണാൻ ഒരു ഭംഗി, നല്ല ചേലുണ്ട്. അത് ഞാൻ പറഞ്ഞ സമയത്ത് അനുചേച്ചി ഏത് പെണ്ണുങ്ങളെയും പോലെ തന്നെ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇഷ്ടക്കേടില്ലാത്ത ആ ഒരു മുഖഭാവമായിരുന്നു അനുചേച്ചിയുടേത്. അല്ലെങ്കിലും അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞാൽ എന്നെ കാണാൻ സുന്ദരിയില്ലെന്ന് ആരാടെ പറയാം എന്ന് അനുചേച്ചി സ്വയം ഒന്ന് പുകഴ്ത്തി. ഞാൻ പറഞ്ഞു, ഓവേ ഓവേ എന്ന് പറയുമ്പോൾ അനുചേച്ചി എന്നെ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. നീ എന്നെ നോക്കിയേ, കൊള്ളാവുന്ന. എന്നിട്ട് അനുചേച്ചി ഒന്ന് എഴുന്നേറ്റ് നിന്നു. നീ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തരുമോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ ഈ ഒരു ഡ്രസ്സിൽ ഞാനൊന്ന് എടുത്തു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അനുചേച്ചി ആ ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ ലൈറ്റിൻ്റെ ആ ആകൃതിയിൽ എടുത്തൊരു ഫോട്ടോ എടുത്തു. പെട്ടെന്ന് തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു അത് കണ്ട സമയത്ത്. കാരണം ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് അനുചേച്ചി നല്ല ലുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫോട്ടോ അനുചേച്ചി കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് കണ്ട സമയത്ത് അനുചേച്ചിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാടാ, നല്ല ഭംഗിയുണ്ടല്ലോ, ഏത് ഫോണാ ഇത്, നല്ല കൂടിയ ഫോണൊക്കെയാണല്ലേ, അതാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് എന്ന് തന്നെ അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ചേച്ചി ഇതൊക്കെ ഒരു സാധാരണ ഫോണൊക്കെ തന്നെ, ചേച്ചി വാങ്ങിച്ചാലും മതി എന്ന് ഞാൻ പറഞ്ഞു. ഇതൊന്നും വാങ്ങിക്കാൻ അധികം എനിക്ക് പൈസ ഒന്നും അയച്ചു തരില്ലടാ, നീ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എനിക്ക് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു തന്നാൽ മതി എന്ന് മാത്രം അനുചേച്ചി എടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ അനുചേച്ചിയോട് ചോദിച്ചു, എന്നാലും ബാബു ചേട്ടനുമായിട്ട് ഒരു തേങ്ങയിടലിന്റെ കാര്യം തന്നെയാണോ പറഞ്ഞത്? പെട്ടെന്ന് തന്നെ അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊന്നുമല്ലടാ, ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും, പിന്നെ ആളും പിന്നെ അവരുടെ ഭാര്യയായിട്ടത്ര കണക്ഷൻ ഒന്നുമല്ല, അപ്പം അതൊക്കെ എൻ്റെ അടുത്തൊന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ആൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഒരു രസം എന്നോട്, നിനക്കൊന്നുമല്ലേ എന്നെ വിലയില്ലാത്തത്, പക്ഷെ ആൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ആത്മവിശ്വാസവും മോട്ടിവേഷനും ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ആശ്വസിപ്പിക്കും പെട്ടെന്ന്. വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ, അവൻ വരുന്ന സമയത്ത് ആശ്വസിപ്പിക്കുന്നതിന് എന്താ തെറ്റ് എന്ന് തന്നെ അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളൊന്നും വരുമ്പോൾ നമ്മളെന്ന് ആശ്വസിക്കാമല്ലോ. അപ്പോൾ അനുചേച്ചി കുറച്ചുകൂടെ അടുത്തേക്ക് കയറിയിരുന്നു. എന്നാ നീ പറ, നിന്റെ വിഷമങ്ങളും കാര്യങ്ങളും പറ, ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചു തരാം എന്ന് അനുചേച്ചി പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചി എനിക്ക് എന്തൊക്കെ വിഷമങ്ങളാ എന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ അനുചേച്ചി ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു, നീ പറയുന്നേ, നിന്റെ വിഷമങ്ങളൊക്കെ ഞാനൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ അനുചേച്ചി അതൊന്നും വേണ്ട. അപ്പൊ തന്നെ അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാം, നിനക്ക് പറയാൻ വേറെ ആരല്ലാതെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, അപ്പൊ തന്നെ എൻ്റെ അടുത്ത് പറയാലോ എന്ന് തന്നെ അനുചേച്ചി പറഞ്ഞു. അങ്ങനെ ഞാനും അനുചേച്ചിയും കൂടെ കഴിച്ചിട്ട് കിടക്കാനായിട്ട് ഇറങ്ങി. എടാ നീ ഇന്ന് എവിടാ കിടക്കുന്നേ? അവിടെ അമ്മയുടെ റൂമുണ്ട്, അവിടെ ഒരു കട്ടിൽ കിടപ്പുണ്ട്, അവിടെ പോയി കിടക്കുന്നോ? അല്ലെന്നുണ്ടെങ്കിൽ ഹോളില് സോഫയും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ താഴെ കിടക്കേണ്ടി വരും, കട്ടിൽ ചെറുതും കാര്യങ്ങളൊക്കെ അല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, താഴെ ആ ഒരു ഷീറ്റും പിന്നെ പായും എടുത്തിട്ട് കിടന്നോ, അതാകുമ്പോൾ വേദനയൊന്നും മുതുകത്ത് വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി എന്നെങ്കിൽ പിന്നെ ഞാൻ വരാന്തേ കിടന്നോളാം, അവിടെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, ഇവിടെ നല്ല ചൂടല്ലേ, എങ്ങനെ കിടക്കുക? അത് പറയുമ്പോൾ അനുചേച്ചിനെ പറഞ്ഞു, നീ വരാന്തയിലൊന്നും കിടക്കണ്ട, പിന്നെ നിന്റെ അമ്മയും അച്ഛനും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി, നിന്നെ വരാന്തയിൽ കിടത്തിയെന്നാവും,
നിനക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് പോകാൻ പറഞ്ഞല്ലേ, പോയതുമില്ല എന്ന് അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ആ കുഴപ്പമില്ല, ഇനിയിപ്പം ഞാൻ താഴെയും കൂടെ കിടന്നോളാം, അകത്ത് തന്നെ, അതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ അനുചേച്ചി എനിക്ക് പായും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി തന്നു. ഞാൻ അവിടെ തിരിച്ച് ഒറ്റ കിടത്താം, എന്തോ നല്ല ക്ഷീണമുള്ളതുപോലെ എനിക്ക് തോന്നി. അനുചേച്ചി പറഞ്ഞു, എടാ ഒന്ന് ഒതുങ്ങി കിടക്കേണ്ട ചെക്ക എന്ന് പറഞ്ഞിട്ട് അനുചേച്ചി കട്ടിലേക്ക് കയറിയിരുന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും പുതിയ കഥകളൊക്കെ ഞാനിവിടെ എത്തിച്ചു തരുന്നതായിരിക്കും. ആരെയും നിരുത്സാഹപ്പെടുത്തില്ല. ഇങ്ങനെയുള്ള നല്ല നല്ല കഥകൾ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ ബൈ.